ഹായ് വെൽക്കം ടു എൻട്രി കോഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ ടൈപ്സ് ആണ്. പൈത്തണകത്ത് ഏതൊക്കെ ഡേറ്റ ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഡേറ്റ ടൈപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രധാനമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഡേറ്റ ടൈപ്സ് ഈ പറഞ്ഞ പോലെ സ്ട്രിങ്ങും ഇൻറ്റീജറും ഒക്കെ തന്നെയാണ്. അപ്പം ലൈക്ക് അത് അല്ലാതെ ഏതൊക്കെ ഡേറ്റ ടൈപ്സ് പൈത്തണകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇൻറ്റീജേഴ്സ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഉണ്ട്, സ്ട്രിങ് ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, ടപ്പിളുണ്ട്, ഡിക്ഷണറി ഉണ്ട്, സെറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മേജറിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇൻറ്റീജേഴ്സ് നമുക്കറിയാം. ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ. ഇപ്പം നമുക്ക് 1 2 3 4 5 6 -1 -2 -3 ഇതെല്ലാം പറ്റും, സീറോയും പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻറ്റീജേഴ്സ് ആയിട്ട് കണക്കാക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് നമുക്കറിയാം, പോയിൻ്റ് ഉള്ള നമ്പേഴ്സാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം പോയിൻ്റ് ഫ്രാക്ഷൻസ് ആണ് അതിനകത്ത് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി ഇൻറ്റീജേഴ്സിനകത്ത് എന്തൊക്കെ ചെയ്യാം? ഇൻറ്റീജേഴ്സിനകത്ത് കുറച്ച് ലൈക്ക് ഓരോ ഡേറ്റ ടൈപ്പിനകത്തും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ലൈക്ക് കുറേ ഫങ്ഷൻസ് അതിനകത്ത് ഹാപ്പൻ ചെയ്യും. അപ്പോൾ അതൊക്കെ അതൊക്കെ അത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പം എൻ്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ x = 10 എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നൊരു ഇൻറ്റീജർ വേരിയബിൾ ആണ്. അതിൽ 10 ആണ് വാല്യൂ ഉള്ളത്. ഞാനിവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇൻറ്റീജർ എക്സ് ടൈപ്പ് ഓഫ് എക്സ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കോമ വെച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ ലൈനിൽ തന്നെ നമുക്ക് മുഴുവൻ കാര്യങ്ങളും പ്രിൻ്റ് ആവും. ഇൻറ്റീജർ പ്രിൻ്റ് ആവും, എക്സിൻ്റെ വാല്യൂ പ്രിൻ്റ് ആവും, ടൈപ്പ് ഓഫ് എക്സ് ഒരു പുതിയ ഫംഗ്ഷനാണ് ടൈപ്പ് ഓഫ് എക്സ്. എന്താണ് ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ എക്സ് ഏത് ഡാറ്റ ടൈപ്പ് ആണെന്നുള്ളത് അത് പറഞ്ഞു തരിക ചെയ്യുന്നത്. അപ്പോൾ എക്സ് ടൈപ്പ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഒരു ഇൻറ്റീജർ ആണ് എന്ന് പറയുന്നത് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻറ്റ് എന്ന് പറഞ്ഞ് അവിടെ നമുക്ക് പ്രിൻ്റ് ആയി വരും. ഇനി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്, അതായത് -1 ആണെങ്കിലും +1 ആണെങ്കിലും അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ ഈ ABS ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ആണ് അത് റിട്ടേൺ ചെയ്യുന്നത്. ഇനി ബിറ്റ് ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈനറി, അതായത് നമ്മൾ കാണുന്ന നമ്പേഴ്സും സ്ട്രിങ്ങും പാട്ടും വീഡിയോയും എല്ലാം കമ്പ്യൂട്ടറിനകത്ത് ആക്ച്വലി വർക്കൗട്ട് ആവുന്നത് 0s 1s ആയിട്ടാണ്. അപ്പോൾ ഏത് ഇൻറ്റീജേഴ്സിനും നമ്മളൊരു ബൈനറി 0 1 മാത്രം വെച്ചുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ട്. നമ്മളിപ്പം 11 എന്ന് എഴുതുമ്പോൾ എന്താ, 11 എന്ന് എഴുതുമ്പോൾ 1 × 10⁻0 + 1 × 10⁻1 ആണ്. അതായത് 10 + 1 ആണ് 11 എന്ന് പറയുന്നത്. അതായത് 10ൻ്റെ പവേഴ്സിൻ്റെ സമ്മ. അതുപോലെ 2ൻ്റെ പവേഴ്സിൻ്റെ സമ്മായിട്ടും നമുക്ക് എല്ലാ നമ്പേഴ്സിനും എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ എഴുതുന്ന ഒരു കൺസെപ്റ്റാണ് ബൈനറി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബൈനറിയിൽ എഴുതുമ്പോൾ എത്ര ലെങ്ത്ത് അതിന് വരും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ബിറ്റ് ലെങ്ത്ത് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം ഇതിനകത്തൊക്കെ എന്താണ് ബിറ്റ് ലെങ്ത്ത്, ഇങ്ങനെ ഇതൊന്ന് ചെയ്തു നോക്കുക ആദ്യം. അപ്പോൾ എന്താണ് ബൈനറി? ഇപ്പോൾ ഇതുവരെ കമ്പ്യൂട്ടർ സയൻസ് ഒന്നും പഠിക്കാത്ത ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് ബൈനറി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യുക. വളരെ നല്ലതാണ് കാര്യങ്ങൾ, കാരണം അത് നമ്മുടെ ഫണ്ടമെൻ്റൽ നോളജ് ഇൻക്രീസ് ചെയ്യാൻ നല്ലതാണ്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയിന്റ് ഉള്ള നമ്പേഴ്സാണ്. അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ സ്വാഭാവികമായിട്ട് കോൾ ചെയ്യാം, ടൈപ്പ് ഓഫ് വിളിക്കാം. അതുപോലെ തന്നെ റൗണ്ട് ഓഫ് ചെയ്യാം. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഒരു ബില്ല് തരാനൊക്കെ പറയില്ല, അതുപോലെ ഒന്ന് റൗണ്ട് ആക്കുക. അതായത് നമ്മുടെ 3.3 ആണെങ്കിൽ അതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് 3 ആക്കുക, അല്ലെങ്കിൽ 3.7 ആണെങ്കിൽ അതിനെ റൗണ്ട് ചെയ്ത് 4 ആക്കാൻ പറ്റുമോ നോക്കാം. ആ ഒരു കൺസെപ്റ്റ് ഇല്ലേ. അപ്പോൾ അത് നമുക്ക് ആ ഒരു കാര്യം ഇവിടെയും വർക്കൗട്ട് ആവും. ഇപ്പം ഇത് എവിടെയാണ് റൗണ്ട് ആവുന്നത് നമുക്ക് നോക്കാം. ഇപ്പം 10.5 എവിടെയാണ് റൗണ്ട് ആവുന്നത് നോക്കാം. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ടെർമിനലിൽ ഈ പറഞ്ഞ പോലെ pgm2.1.py എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരുപാട് ഔട്ട്പുട്ട്സ് ഉണ്ടാകും, കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിന്റ് 10 റൗണ്ട് ആയിട്ട് 10.5 10 റൗണ്ട് ആയത്. അതായത് 10.8 ആണെങ്കിൽ എത്തിലൊക്കെ റൗണ്ട് ആവുക നോക്കാം അല്ലേ. ഇതൊന്ന് സേവ് ചെയ്തതിന് ശേഷം വേണം റൺ ചെയ്യാൻ, ഇല്ലെങ്കിൽ പഴയ കോഡ് തന്നെ റൺ ആവും. 10.8 ആണെങ്കിൽ എത്രയൊക്കെ റൗണ്ട് ആവും നോക്കി. അത് എത്രയൊക്കെയാ? ഫ്ലോട്ട് റൗണ്ട് 11 അപ്പം 5 വരെയാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള നമ്പറിലേക്കും 5ന് മുകളിലാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള നമ്പറിലേക്കുമാണ് ഇത് റൗണ്ട് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി y ഈസ് ഇൻറ്റീജർ, അതായത് y.isInteger. ഈസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ? ഫോൾസ് ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. എന്താ? 10.5 ഒരു ഇൻറ്റീജർ അല്ല, പക്ഷേ 10.0 ഒരു ഇൻറ്റീജർ അല്ലേ. അപ്പോൾ ഞാനതൊന്ന് ചെയ്ത് നോക്കാം. 10.0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഹാപ്പൻ ചെയ്യാൻ നോക്കാം.
അപ്പോൾ 10.0 എന്ന് പറയുന്നത് ആക്ച്വലി 10 തന്നെ ഉള്ളൂ. അതിനകത്ത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഇട്ടുന്നുണ്ടെങ്കിലും അതെന്താണ്, ശരിക്കും ഒരു 10 തന്നെയല്ല അവിടെ ഉള്ളൂ. അപ്പോൾ അതവിടെ ട്രൂ റിട്ടേൺ ചെയ്തു, കണ്ടോ. അപ്പോൾ ഈ ട്രൂ ഫോൾസ് 0 1 ഇതാണ് ആ ബൂലിയൻ അല്ലെങ്കിൽ ബൂലിയൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബൈനറി വാല്യൂസ് എന്നൊക്കെ പറയുന്നത്. അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാത്ത ഒരു ഡാറ്റ ടൈപ്പാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കഥ എന്ന് പറയുന്നത്, ഈ കോംപ്ലക്സ് നമ്പേഴ്സ് ആക്ച്വലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 4ൻ്റെ റൂട്ട് ഓഫ് 4 എത്രയാ? എന്താ റൂട്ട് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 4 എത്രയാ? നമ്മൾ പെട്ടെന്ന് പറയും 2 എന്താ, 2 × 2 4 ആണ്. അപ്പോൾ 16ൻ്റെ റൂട്ട് എത്ര? 4 × 4 16 ആണ് അല്ലേ. പക്ഷെ 4 മാത്രമാണോ അതിൻ്റെ റൂട്ട്? -4 × -4 എത്രയാണ്? 16 ആണ്. -2 × -2 എത്രയാണ്? 4 ആണ്. അപ്പം നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു പോസിറ്റീവ് നമ്പറാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വേറൊരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. -4ൻ്റെ റൂട്ട് എത്രയാണ്? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല -4ൻ്റെ റൂട്ട്. ഏത് ഒരേ നമ്പറിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -4 കിട്ടില്ലല്ലോ. റിയൽ നമ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റത്തിൽ കിട്ടില്ല. 2 × 2 4 ആണ്. -2 × -2 4 ആണ്. അപ്പം -4 ഒരു റൂട്ടില്ല, സ്ക്വയർ റൂട്ടില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ i എന്ന് പറയുന്ന ഒരു സിമ്പലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. i എന്ന് പറയുന്നത് റൂട്ട് ഓഫ് -1 ആണ്. -1ൻ്റെ റൂട്ടിനെ നമ്മൾ i എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, കമ്പ്യൂട്ടർ സയൻസ് ഇൻ്റർവ്യൂവിൽ ചിലപ്പോൾ ചോദിക്കുകയില്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നെ, -1ൻ്റെ റൂട്ടിനെ നമ്മൾ i എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ റൂട്ടിനെ പിന്നെ iൻ്റെ ടേമിൽ നമുക്ക് എഴുതാൻ പറ്റും. കാരണം -4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 × 4 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് -1 ഓൾറെഡി റൂട്ട് ഓഫ് -1 × 4 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് -1 × √4 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ i ആണ്. റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് +or-2 ആണ്. അപ്പോൾ +or-2 i ആണ് -4ൻ്റെ റൂട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പം ഈ കോംപ്ലക്സ് നമ്പറും നമ്മൾ പൈത്തണിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് 3 + 4i എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പറാണ്. 3 എന്ന് പറയുന്നത് അതിൻ്റെ റിയൽ പാർട്ടും 4i എന്ന് പറയുന്നതിലെ 4 അതിൻ്റെ ഇമാജിനറി പാർട്ടുമാണ്. ലൈക്ക് 4i എന്ന് പറയുന്നത് 4j ഏതെങ്കിലും ഒരു കാര്യം അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ i ആണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യാറ്. ഞാനിവിടെ j എഴുതിയിട്ടുള്ളത് കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് 3 ആണ്. ഇമാജിനറി പാർട്ട് എന്താണ്? 4j എന്ന് പറയുന്നത് അതിൻ്റെ ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഈ ഇൻ്റർവ്യൂസിനകത്തൊക്കെ ചോദിച്ച് കണ്ടേക്കുന്ന ഒരു ഭാഗമാണ് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഈ സ്ട്രിങ്ങിനകത്ത് നമുക്ക് സ്ട്രിങ്ങിനെ അപ്പർ കേസ് ആക്കാം. ഇപ്പോൾ ഹലോ എന്ന് പറയുന്ന ലോവർ കേസ് ചെയ്തതിനെ അപ്പർ കേസ് ആക്കാം. അതേപോലെ തന്നെ അപ്പർ കേസിനെ ലോവർ കേസ് ആക്കാം. .lower of എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചാൽ മതി. റീപ്ലേസ് ചെയ്യാം. ഇപ്പം പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ പൈത്തനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ജാവ ആക്കണമെങ്കിൽ name.replace of python, java എന്ന് എഴുതിയാൽ മതി. അപ്പോൾ പൈത്തൺ റീപ്ലേസ് ചെയ്ത് ജാവ ആയിക്കോളും. സ്പ്ലിറ്റ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സ്ട്രിങ്ങിലെ പൈത്തൺ പ്രോഗ്രാമിംഗ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 എണ്ണം ആക്കിയിട്ട് സ്പ്ലിറ്റ് ഓഫ് എന്നുള്ളതിനകത്ത് നമ്മൾ എന്ത് എഴുതി, ഇപ്പോൾ ഒരു കോമയാണ് ഇട്ടത്, കോമ വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. എവിടെയാണോ കോമ ഉള്ളത് അതിന് മുന്നേ ഉള്ളത് ഒരു ടേം, അതിന് ശേഷമുള്ള അടുത്ത ടേം, അടുത്ത കോമ വരെ ഉള്ളത് അടുത്ത ടേം, അങ്ങനെ നമുക്ക് ലിസ്റ്റാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പ്ലിറ്റ് ആക്ച്വലി ചെയ്യുന്നത് നമുക്കൊരു നമുക്കിപ്പം ഒരു സ്ട്രിങ് ഉണ്ട്, അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ട് സ്പേസ് വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്യുക. സ്പേസ് വെച്ചിട്ട് ഓരോ വേർഡിന് നമ്മൾ ലിസ്റ്റിലേക്ക് എടുത്തിടും. അപ്പോൾ കുറേ വേർഡുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പാടുള്ള ഒരു ലിസ്റ്റായിട്ട് കൺവേർട്ട് ആവും. അത് കോമ വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് കോമ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോമ വെച്ച് അത് സ്പ്ലിറ്റ് ചെയ്ത് തരും. അപ്പോൾ അതാണ് സ്ട്രിങ്ങിലെ ഫംഗ്ഷൻസ്. ഇതുപോലെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. മാക്സിമം നിങ്ങൾ സ്ട്രിങ് ഫംഗ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യണം. അപ്പം അതും നിങ്ങൾക്കുള്ളൊരു ടാസ്ക്കാണ്. ഓക്കെ, അതിനകത്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിറ്റിനകത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. 24/7 നമ്മളെ സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു ലിസ്റ്റ് എഴുതിയിട്ടുണ്ട് 1 2 3 4 5. അപ്പോൾ 1 2 3 4 5 എന്ന് പറയുന്നത് ഇതൊരു നോർമലി നമുക്കറിയാം ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ 1 2 3 4 5 എന്ന് പറയുന്ന ലിസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് 1 2 3 4 5 മാത്രമല്ല, ഇതിനകത്ത് വേണമെങ്കിൽ സ്ട്രിങ് വേറെ ആഡ് ചെയ്യാം, ഒരു ഹലോ ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതൊരു കുഴപ്പമുള്ള കേസല്ല. അപ്പോൾ ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ലിസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് എന്ത് തരത്തിലുള്ള ഡേറ്റ ഉണ്ടെങ്കിലും അതിൻ്റെ മൈ ലിസ്റ്റിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി അപ്പെൻഡ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിനകത്ത് പുതിയൊരു ഡാറ്റ ആഡ് ചെയ്യണമെങ്കിൽ അപ്പെൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആ ഡാറ്റ കൊടുത്താൽ മതി. അതേപോലെ തന്നെ
നമുക്ക് ഇതിനകത്ത് പോപ്പ് ഫംഗ്ഷൻ ഉണ്ട്. പോപ്പ് എന്ന് പറയുന്നത് ലിസ്റ്റിനകത്തുനിന്ന് ഒരു ഡാറ്റ നമുക്ക് കളയണം. ഇപ്പോൾ 1 2 3 4 5 അപ്പൻഡ് ചെയ്തു, 6 അപ്പൻഡ് ചെയ്തു. അപ്പോൾ 1 2 3 4 5 6 എന്ന് പറയുന്നതാണ് ഡാറ്റ ഉണ്ടാവുന്നത്. നമുക്ക് അതിനകത്തുനിന്ന് ഒരു പോപ്പ് വിളിച്ചിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ഒരു ഡാറ്റനെ കളയണം. അപ്പോൾ നമുക്ക് അവസാനത്തെ എലമെൻറ്റിൻ്റെ ഏറ്റവും അവസാനം റൈറ്റ് സൈഡിൽ കിടക്കുന്ന എലമെൻറ്റിന് നമ്മൾ പോപ്പ് ചെയ്യും. അത് നമുക്ക് റിട്ടേണും ചെയ്യും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻസേർട്ട് ചെയ്യാം. പൊസിഷൻ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ലിസ്റ്റിനകത്ത് പൊസിഷൻ ഉണ്ട്. പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ 1ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0ലാണ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 0th ഇൻഡെക്സിൽ 1, ഫസ്റ്റ് ഇൻഡെക്സിൽ 2, സെക്കൻഡ് ഇൻഡെക്സിൽ 3, 0 2 1 2 3 അങ്ങനെയാണ് ഇൻഡെക്സ് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ഇൻഡെക്സിൽ നമ്മൾ 10 ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് 0th 1, 1ൽ 2, സെക്കൻഡ് ഇൻഡെക്സിൽ ഇപ്പോൾ 3 ആണ്, അവിടെ നമ്മൾ 10 ആഡ് ചെയ്തു. അപ്പോൾ 1 2 10 പിന്നെന്താണ് 3 4 5 അതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. പിന്നെ നമുക്ക് ഇതെല്ലാം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. ഇത് റൺ ചെയ്തിട്ട് എന്താണ് ഔട്ട്പുട്ട് എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഓൾറെഡി റൺ ചെയ്തിട്ടുണ്ട്. ഇതെവിടെ 10 ആഡ് ആയത് കണ്ടോ? ഓക്കെ, 6 ആഡ് ആയത് കണ്ടോ? ഇവിടെ 6 പോയി പോപ്പ് ചെയ്തപ്പോൾ, ഇൻസേർട്ട് ചെയ്തപ്പോൾ 10 അവിടെ ആഡായി. ഇനി ലിസ്റ്റ് ഡോട്ട് റിമൂവ് ഓഫ് 10നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 10നെ മാത്രം എടുത്ത് കളയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിസ്റ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ അടുത്തൊരു ഡേറ്റ ടൈപ്പാണ് ടപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിസ്റ്റും ടപ്പിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് 1 2 3 4 5. ഇവിടെ നമ്മൾ ഒരു നോർമൽ പാരാന്തസിസ് ആണ് യൂസ് ചെയ്തത്. പക്ഷേ ഇത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഇതിനകത്തൊരു കാര്യം അപ്പൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ ടപ്പിൾ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് കൈൻഡ് ഓഫ് തിങ് ആണ്. ഇതിനകത്ത് ഇത് മ്യൂട്ടബിൾ അല്ല എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ഈ ടപ്പിളിനകത്താണെങ്കിൽ ഇപ്പം നമുക്ക് ഇതിനകത്ത് മാറ്റം വരുത്താനൊന്നും പറ്റില്ല. അതായത് ഫിക്സഡ് ആണ് കാര്യങ്ങൾ. ലിസ്റ്റിലെ പോലെയല്ല, ഇതിനകത്ത് നമുക്ക് അപ്പൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കതിനകത്ത് ഇതൊരു ഫിക്സഡ് കാര്യമാണ്. ഇതിനകത്ത് മാറ്റം വരുത്തി പുതിയ രീതിയിലേക്ക് മാറ്റാനൊന്നും പറ്റൂല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ടപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ കൗണ്ട് ഓഫ് 3 എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഒക്കറൻസ് ഓഫ് ആൻ എലമെൻറ്റ്. അതേപോലെ തന്നെ ഇൻഡെക്സ് ഓഫ് 4, നമുക്ക് 4 എന്ന് പറയുന്ന ഒരു വാല്യൂ അതിൻ്റെ ഇൻഡെക്സ് എത്രയാണ്. ഇപ്പോൾ 0 1 2 3 ആണ് അതിൻ്റെ ഇൻഡെക്സ്. അതായത് ഇതിലും ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ട് തന്നെയാണ്. അപ്പോൾ അതാണ് ടപ്പിൾ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിക്ഷണറി ഉണ്ട്. ഡിക്ഷണറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പൈത്തണിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് കണ്ടേക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ഡിക്ഷണറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിക്ഷണറിക്കകത്താണെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ ഇത്രയും നേരം ലിസ്റ്റും ടപ്പിളും നോക്കിയ പോലെ ജസ്റ്റ് വാല്യൂസ് അല്ല അവിടെ ഉള്ളത് കീ വാല്യൂ പെയേഴ്സ് ആണ്. ഇപ്പോൾ ഒരു കീ ഉണ്ടാവും, അതിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കീ വാല്യൂ പെയേഴ്സിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ആ കീ വെച്ചാണ് നമ്മൾ ആ വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ നേരത്തെ ടപ്പിളിലും ഡിക്ഷണറിയിലൊക്കെ ആ ഇൻഡെക്സ് വെച്ചാണ് ആക്സസ് ചെയ്തായിരുന്നു. അപ്പോൾ അതായത് 0th ഇൻഡെക്സിലെ സാധനം എന്താണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ലിസ്റ്റിലും ടപ്പിളിലൊക്കെ അതിൻ്റെ എലമെൻറ്റ്, അതായത് ഇൻഡെക്സ് വെച്ചാണ് ആക്സസ് ചെയ്തായിരുന്നത് എലമെൻറ്റ്സിനെ. ഇവിടെ നമ്മൾ ഡിക്ഷണറിയിൽ നമ്മുടെ കീ വെച്ചാണ് ആക്സസ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഡിക്ഷണറി ചെയ്തിട്ടുണ്ട് നെയിം ജോൺ. ഇതാണ് ഒരു കീ വാല്യൂ പെയർ എന്ന് പറയുന്നത്. നെയിം ജോൺ അതൊരു കീ വാല്യൂ പെയർ. ഏജ് 25 അത് അടുത്ത കീ വാല്യൂ പെയർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡിക്ഷണറി എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കീ വാല്യൂ പെയേഴ്സ് ആണ്. നെയിം ജോൺ ഒരു എലമെൻറ്റ്, ഏജ് 25 അടുത്ത എലമെൻറ്റ്. ഇനി നമുക്ക് ജോണിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈ ഡിക്ഷണറി ഓഫ് നെയിം എന്ന് കൊടുത്താൽ ജോൺ ആക്സസ് ആയി. ലൈക്ക് ജോണിന് ആക്സസ് കിട്ടി, ജോൺ എന്ന് പറഞ്ഞ വാല്യൂവിന് ആക്സസ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഓരോ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഫംഗ്ഷൻസ് കീസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചാൽ എല്ലാ ഡിക്ഷണറിയിലെ എല്ലാ കീസിനെ നമുക്ക് എടുക്കാൻ പറ്റും. വാല്യൂസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചാൽ അതിനകത്തുള്ള വാല്യൂസിനെ മുഴുവൻ, ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ജോണും ഏജും നമ്മുടെ വാല്യൂസ് ആണ്, അത് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഐറ്റംസ് ഓഫ് എന്ന് വിളിച്ചാൽ എല്ലാ കീ വാല്യൂ പെയേഴ്സിനെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യണം, ഒരു കീ വാല്യൂ പെയർ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് മൈ ഡിക്ഷണറി ഡോട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കാം. അപ്പോൾ അപ്ഡേറ്റ് ഓഫ് സിറ്റി ന്യൂയോർക്ക് എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈ ഡിക്ഷണറിയിൽ നമുക്ക് എന്തൊക്കെ കിട്ടും? നെയിം ജോൺ, ഏജ് 25, സിറ്റി ന്യൂയോർക്ക്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഡിക്ഷണറിയിൽ ആഡ് ആകും. ഇനി പോപ്പ് ഓഫ് ഏജ് എന്ന് പറയുന്ന കീയിലുള്ള കീ വാല്യൂ പെയറിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കീ മാത്രം യൂസ് ചെയ്താൽ മതി. പോപ്പ് ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ ഏജ് 25 ആ കീ വാല്യൂ പെയർ റിമൂവ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
ഡിക്ഷണറി എന്ന് പറയുന്നൊരു ഡേറ്റ ടൈപ്പിൽ പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഈ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കണ്ട് മനസ്സിലാവുന്നില്ല, കറക്റ്റായിട്ടുള്ള കോഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ്സ് എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിനകത്ത് ഷെയർ ആക്കും. ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഞാനിപ്പം ഈ വീഡിയോൻ്റെ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് ഒരു ഡേറ്റ ടൈപ്പാണ് സെറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്. നമ്മൾ പണ്ട് ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും സെറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്. എന്താണ് സെറ്റ് എന്ന് പറയുന്നത്? യുണീക്ക് ആയിട്ടുള്ള എലമെൻസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ സെറ്റിൻ്റെ ഡാറ്റ ടൈപ്പിൻ്റെ പ്രത്യേകത കേളി ബ്രാക്കറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് 1 2 3 4 5, ഇനി ഞാൻ വീണ്ടും കോമ 1 2 3 4 5 ഇങ്ങനെ മൈ സെറ്റ് ഈക്വൽ ടു 1 2 3 4 5 കോമ 1 2 3 4 5 കൂടി അപ്പൻഡ് ചെയ്ത് വെച്ചാലും ഇതെല്ലാം ഉണ്ടെങ്കിലും മൈ സെറ്റ് പ്രിൻറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ 1 2 3 4 5 മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് യുണീക്ക് ആയുള്ള എലമെൻറ്റ്സ് മാത്രമേ സെറ്റിനകത്ത് ആക്സെപ്റ്റ് ആവുള്ളൂ. അപ്പം ആഡ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ 6ഉം കൂടി ആഡ് ആവും, ഒരു ഫംഗ്ഷനാണ്. റിമൂവ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞ എലമെൻറ്റ് റിമൂവ് ആവും. സെറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിനകത്ത് ഓർഡർ ഇല്ല. എല്ലാ സമയത്തും നമ്മൾ ഈ 1 2 3 4 5 എഴുതി കഴിഞ്ഞാൽ അതേപോലെ തന്നെ പ്രിൻറ്റ് മൈ സെറ്റ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും 1 2 3 4 5 പ്രിൻ്റ് ആയിക്കോളും. ചിലപ്പോൾ 1 3 4 5 2 അത് പ്രിൻ്റ് ആകും. അപ്പോൾ ഇതിനകത്ത് ഓർഡർ ഇല്ല. മാത്രമല്ല ഇത് എന്താണ്, യുണീക്കായുള്ള എലമെൻസിൻ്റെ കളക്ഷൻ ആണെന്നുള്ളതും കൂടി ആലോചിക്കുക. പിന്നെ ഇതിനകത്ത് യൂണിയൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. യൂണിയൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 1 2 3 4 5 എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ഒപ്പം 7 8 എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി കൂടി, ഒരു സെറ്റ് കൂടി ആഡ് ആയിട്ട് 1 2 3 4 5 7 8 ഇതായിരിക്കും പുതിയ സെറ്റ് എന്ന് പറയുന്നത്. അതായത് യൂണിയൻ 7 8ഉം കൂടി യൂണിയൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 4 5 6ഉമായിട്ട് ഇൻ്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5ലും 4 5 6 എന്ന് പറയുന്ന സെറ്റിനകത്തും രണ്ടിലും പാടെ ഉള്ള 4 5 6നകത്തും ഈ ഇതേപോലെ തന്നെ 1 2 3 4 5നകത്തും കോമൺ ആയിട്ടുള്ളത് എന്താ, 4ഉം 5ഉം ആണ്. അപ്പോൾ അതായിരിക്കും ഇൻ്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. ഇൻ്റർസെക്ട് ചെയ്താൽ 4 5 ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് നമുക്ക് സെറ്റിനകത്ത് യൂസ് ചെയ്യാം. ലൈക്ക് ഇത്രയും ഫംഗ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, ആ ലിസ്റ്റിനകത്തുള്ള യൂണീക്ക് എലമെൻസിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ലിസ്റ്റ് L1 ഈക്വൽ ടു 1 2 3 4 5 1 2 3 4 5 ഇതാണ് ലിസ്റ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിനകത്ത് ലിസ്റ്റിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് അക്സെപ്റ്റഡ് ആണ്. പക്ഷെ അതിനെ പെട്ടെന്നൊരു സെറ്റാക്കി മാറ്റിയാൽ മതി അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്കൊരു ലിസ്റ്റിനെ സെറ്റാക്കാം? അപ്പം അറിയാവുന്നവർ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യും എങ്ങനെ നമുക്കൊരു ലിസ്റ്റിനെ സെറ്റാക്കി മാറ്റാം. ഓക്കെ, അപ്പം അറിയാത്തവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പം അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഡേറ്റ ടൈപ്സ് ആണ് നോക്കിയത്. അപ്പം എല്ലാവർക്കും ഡേറ്റ ടൈപ്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിനകത്ത് ചോദിക്കാൻ മറക്കരുത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.